വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇത് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹണി കേക്കാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ 3.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതുപോലെ കപ്പ് എടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വടിച്ചെടുക്കണം. അപ്പോഴാണ് 1 കപ്പാവുന്നത്. അങ്ങനത്തെ 3.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഇത് ഞാൻ റൂം ടെമ്പറേച്ചർ വെച്ചിരുന്ന 3 എഗ്ഗാണ്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് ഷുഗർ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. ഇത് നന്നായിട്ട് പൊടിച്ചതാണ്. ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി ആവശ്യം ഹണിയാണ്. ഏകദേശം ഒരു 4 ടീസ്പൂൺ ഹണിയാണ് നമുക്ക് ആവശ്യം. അതുപോലെ തന്നെ ബട്ടർ വേണം. അൺസാൾട്ടഡ് ബട്ടറാണ്. അത് ഞാൻ റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടറാണിത്. ഇത് 100 ഗ്രാം ബട്ടറുണ്ട്. അടുത്തായിട്ട് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ മതിയാവും. അതുപോലെ തന്നെ വാനില എസൻസ്, അതും 1 ടീസ്പൂൺ വാനില എസൻസ്. ആദ്യം തന്നെ നമുക്കൊരു ക്ലീൻ ബൗൾ എടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ഈ 3 മുട്ടയും ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യണം. ഒന്നുകിൽ ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചോ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ബ്രൗൺ ഷുഗർ കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബ്രൗൺ ഷുഗറും ഈ എഗ്ഗും കൂടെ ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ആ പഞ്ചസാര നന്നായിട്ട് എഗ്ഗിനകത്ത് നമുക്കൊന്ന് അലിയിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഈ മിക്സ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് 100 ഗ്രാം ബട്ടറാണ്. അതുപോലെ ഇതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അതായത് ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ബട്ടർ മെൽറ്റായി വരുന്ന സമയത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പറ്റിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഏകദേശം നന്നായിട്ട് നമ്മുടെ ബട്ടർ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇടുമ്പോഴത്തേക്ക് നന്നായിട്ട് പതഞ്ഞു വരും. ആ സമയത്തും നല്ലതുപോലെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇപ്പം നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന എഗ്ഗിൻ്റെ മിക്സില്ലേ, അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വിസ്ക് വെച്ച് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഈ 2 മിക്സ് കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഫ്ലോറില്ലേ, അത് ഞാൻ ഓൾറെഡി സീവ് ചെയ്തെടുത്ത് വെച്ചിരുന്നതാണ് 3.5 കപ്പ് ഫ്ലോറ്. അപ്പോൾ ഒന്നിച്ചിട്ട് കൊടുക്കരുത്. ബാച്ച് ബൈ ബാച്ചായിട്ട് ഓരോ കപ്പായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ മിക്സ് ചെയ്യുമ്പോൾ കട്ടിയായിട്ട് കിടക്കാൻ, അതായത് ലംസ് ഒന്നും ഇല്ലാണ്ട് നല്ലതുപോലെ തന്നെ മിക്സായി കിട്ടുന്നതിനും ഇങ്ങനെ ബാച്ച് ബാച്ചായിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പറ്റും. അപ്പം ഇപ്പോൾ ഏകദേശം നന്നായിട്ട് എല്ലാ മാവും ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു എന്താ പറയുക, വാട്ടറി കൺസിസ്റ്റൻസി അല്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ, അതേപോലെ ഇത്തിരി ലൂസായിട്ടാവും നമ്മളിത് കുഴച്ച് കിട്ടി വരുമ്പോഴത്തേക്ക്. ഇപ്പം ഞാൻ എല്ലാം നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് കുറച്ച് പൊടി നമുക്ക് വിതറി കൊടുക്കാം, ആ ഓൾ പർപ്പസ് ഫ്ലോർ തന്നെ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കൈ വെച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഇതിൽ നമ്മൾ പരത്തുന്ന സമയത്ത് പറ്റി പിടിച്ചിരിക്കുകയില്ല. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ആ മാവിൻ്റെ പൊടി എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ചെറിയ ചെറിയ ബോളായിട്ട് മാറ്റിയെടുക്കണം. അതായത് ഒരേ പീസിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തിക്നെസ് പലതും പലതായി മാറും. അപ്പോൾ ഞാനിതൊരു 7 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഓരോ പീസ് ഞാൻ ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കുകയാണ്. ഈ ഉരുളകൾ നമുക്ക് ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം ഒരു വെള്ളത്തുണിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി മാറും. ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് വേണം നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടി. അപ്പം കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് ഇത് ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ നമുക്ക് നല്ല പോലെ തന്നെ ഇത് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഒരു പാത്രം വെച്ച് സെയിം അളവിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സെയിം ഒരു പാത്രം വെച്ചാണ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരേ അളവിൽ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും. ഇതുപോലെ പാത്രം വെച്ച് ചുറ്റിനും നമുക്കൊരു നൈഫ് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ബാലൻസ് വന്ന ആ പാർട്ടുണ്ടല്ലോ, അത് മാറ്റി വെക്കണം. ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പം അതിൻ്റെ ആവശ്യമുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം.
ഇനി ഒരു നൈഫ് അല്ലെങ്കിൽ ഇതുപോലെ ഫോർക്കോ വെച്ച് എല്ലാ ഭാഗത്തും ഇതുപോലെ ചെറുതായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പലതും ബേക്കായി വരുമ്പോഴത്തേക്ക് പല ഷേപ്പായിട്ട് മാറും. ഇങ്ങനെ ആകുമ്പോൾ ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും. അതായത് പൊങ്ങി വരുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ബാലൻസ് ഉള്ള ബോൾസും നമുക്കിതുപോലെ പരത്തിയെടുക്കാം. പരത്തി ഒരേ ഷേപ്പിൽ മുറിച്ച് ഇതുപോലെ ഫോർക്ക് വെച്ച് ഹോൾസ് ഇട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ ഒരു ബട്ടർ പേപ്പറിനകത്ത് ഈ ബോൾസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം എങ്ങും തന്നെ ഒട്ടിപ്പിടിക്കാൻ തന്നെ നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതും അതുപോലെ തന്നെ നമുക്ക് ഇതേ രീതിയിലും പരത്തി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് വയ്ക്കാം. ഞാനിവിടെ ഓവൻ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 15 മിനിറ്റ്സ് നേരം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ടെടുത്ത് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 7 തൊട്ട് 8 മിനിറ്റ് നേരം മതിയായിരിക്കും ബേക്ക് ചെയ്യാൻ. കണ്ടല്ലേ, ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബാലൻസ് ഞാൻ പാർട്ട് കട്ട് ചെയ്തെടുത്തില്ലേ, അതും ഇതുപോലെ ഇത്തിരി കൂടെ ഒന്ന് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം, ഇച്ചിരി ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ. അതിനുശേഷം ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇത് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി, കേക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ക്രീം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ക്രീം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രവും ബ്ലെൻഡറും ഒക്കെ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഫ്രീസറിൽ വെച്ചൊന്ന് ചില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ക്രീം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. അത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് പൊടിച്ച പഞ്ചസാര ആവശ്യമുണ്ട്. ഏകദേശം 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഐസിങ് ഷുഗർ ആയാലും മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കാം. ഞാനിവിടെ അധികം മധുരം യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് 1 കപ്പ് പഞ്ചസാര ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു ഇലക്ട്രിക് ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ലോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ഹൈയിലേക്ക് പോകാൻ. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് വരും. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് അതായത് ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്കിട്ട് ഒരേ ഡയറക്ഷനിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. എന്നാലേ അത് നല്ല തിക്കായിട്ട് നമുക്കിത് പിരിയാതെ തന്നെ ഈ ക്രീം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പല ഡയറക്ഷൻ നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ക്രീം പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്ലോലി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീം ഇവിടെ നല്ല പീക്ക് ഫോമിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് സ്റ്റിഫായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. കണ്ടില്ല, താഴെല്ലാം അധികം പോത്തില്ല. കണ്ടില്ലേ, നല്ല കൺസിസ്റ്റൻസി തന്നെ നമുക്കിത് ക്രീം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ സോർ ക്രീം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്കിതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി ഒരു ഹണിയുടെ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. 1 ടീസ്പൂണ് ഹണിക്കകത്തേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സിറപ്പ് റെഡിയാക്കി മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേക്ക് അസംബിൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് ക്രീം നമ്മുടെ കേക്കിൻ്റെ ടിന്നിൻ്റെ മുകളിലേക്ക് പുരട്ടി കൊടുക്കുക. അപ്പോൾ അത് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ ചുറ്റും ഇതുപോലെ വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വട്ടത്തിൽ മുറിച്ചൊരു ബട്ടർ പേപ്പർ വയ്ക്കുക. കാരണം പൊടി ഇടുമ്പോൾ പുറത്ത് ആകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ പുറവശത്തുള്ള ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കേക്ക് അസംബിൾ ചെയ്യുമ്പോൾ ഇത് തെന്നിപ്പോത്തില്ല. അപ്പോൾ കുറച്ച് ക്രീം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഓരോ ലെയറായിട്ട് വെച്ച് നമുക്ക് ക്രീം തേച്ച് എടുക്കാം. ആദ്യം തന്നെ നമ്മുടെ കേക്കിൻ്റെ ലെയറിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹണിയുടെ സിറപ്പില്ലേ, അത് നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോരോ ലെയറായിട്ട് ഇതുപോലെ തന്നെ ഹണി സിറപ്പ് ചെയ്യാം, പിന്നെ ക്രീം തേച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫുൾ ലെയർ നമുക്കിതുപോലെ അസംബിൾ ചെയ്തെടുക്കാം. ക്രീം തേച്ച് കൊടുക്കുമ്പം നല്ല ഈവനായിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പൊടിയില്ലേ, ആ ലെഫ്റ്റ് ഓവറായിട്ടുള്ള അത് നമ്മൾ ബേക്ക് ചെയ്ത് പൊടിച്ചു വെച്ചിട്ടില്ലേ, അത് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ലെവൽ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതുപോലെ പൊടി എല്ലാ ഭാഗത്തേക്കും നമുക്ക് കൈവച്ച് തന്നെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സൈഡ് പാർട്ടും ഇതുപോലെ നമുക്ക് നന്നായിട്ട് കൈവച്ച് ഒന്ന് പൊതിഞ്ഞെടുക്കാം ആ പൊടി വെച്ച്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ കേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. നമ്മുടെ കേക്കിൻ്റെ പ്രിപ്പറേഷൻ്റെ 3 സ്റ്റെപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് റെഫ്രിജറേറ്ററിൽ വെച്ച് നമുക്കിത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. എന്നാലേ നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് എടുത്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാനിപ്പം പിറ്റേ ദിവസം രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കേക്കാണിത്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിന്ന് പതുക്കെ മുറിച്ച് നോക്കാം. കണ്ടില്ലേ, ലെയറൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പിയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.